അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഡിവിഷൻ 1 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവിഷൻ 1 കയറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രിക്സ് ചെയ്തിട്ടുണ്ട്. ആ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫോർമേഷൻസ് ആണ്. ഇപ്പം ഞാൻ ഒരു ഫോർമേഷൻ വെച്ചാണ് കളിക്കുന്നത്, മീൻസ് 4-2-2. അത് വെച്ചാണ് ഞാൻ ഒരു 2-3 കളി കളിച്ച്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളി കളിക്കുന്നത് ഞാൻ വേറൊരു ഫോർമേഷനും വേറൊരു പ്ലേയിങ് സ്റ്റൈലും വേറൊരു മാനേജറിനെ വെച്ചാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കളി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വിന്നിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് പകുതിയോളം കളി ജയിച്ചേക്കുന്നത്. കാരണം ലോങ് ബോൾ കൗണ്ടർ ഞാൻ ഒരു 4 കളി അടുപ്പിച്ച് ജയിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വേറൊരു ഫോർമേഷനും വേറൊരു ഔട്ട് ബൈഡ് ആയിരിക്കും. ഇപ്പോൾ വേറൊരു മാനേജറിനെ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതിനും അനുസരിച്ച് നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. അതാണ് ഫസ്റ്റ് നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഒരു ഇപ്പോൾ ഡിവിഷൻ കളിക്കുകയാണെങ്കിൽ ഒരു ടൈമുണ്ട്. ആ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 7 മണി ടു ഒരു 8-9 മണി വരെ. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 9 ടു 11 അല്ലെ 12 മണി വരെ. ഈ ഒരു ടൈമിൽ നല്ല ഗുഡ് ടൈമാണ്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാനും അതുപോലെ നെറ്റിൻ്റെ ഇഷ്യൂ ഒന്നും കാണത്തില്ല. നിങ്ങൾ ഉച്ചയ്ക്കൊന്നും അതുപോലെ തന്നെ 4 മണി ആ ഒരു ടൈമിലൊന്നും കളിക്കാതിരിക്കുക. കാരണം ഒരു ചെറിയൊരു നെറ്റിൻ്റെയും അല്ലാതെ കുറച്ച് വിഷയമൊക്കെ കാണും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ട്രിക്കാണ്. ഈ ട്രിക്ക് പറയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യുക. ഇതിവിടെ കുറേ യൂസ്ഫുൾ വീഡിയോ ഇനിയും വരുന്നതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ റാങ്കിങ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിൻ്റെ റാങ്കിങ് കാണിച്ചു തരാം. ഇത് ഞാൻ ഡിവിഷൻ 1 കയറിയപ്പോൾ ഉള്ള റാങ്കിങ് ആണ്. 1.53 ഇതിനകത്ത് നമ്മുടെ റാങ്ക് എടുത്തത്. പക്ഷേ ആ ഒരു കുറച്ചൊരു നൈറ്റ് ആയപ്പോഴത്തേനും 1.8 ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 2 മാച്ച് കളിച്ചു. 2 മാച്ച് ജയിച്ചെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 30 പോയിൻ്റൊക്കെ കിട്ടും. അതുപോലെ തന്നെ തോക്കുവാണെങ്കിൽ തന്നെ കുറച്ചൊരു 10 പോയിൻ്റൊക്കെ കുറയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റാങ്കിങ് നന്നായിട്ട് കൂടും. മീൻസ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിങ് നന്നായിട്ട് കൂടും. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കാൻ പാടില്ല. കാരണം ഗെയിം ഓപ്പൺ ആക്കാനൊന്നുമല്ല, ഡിവിഷൻ പിന്നെ നമ്മൾ കളിക്കാതിരിക്കാൻ നോക്കുക മാക്സിമമായിട്ട്. കാരണം നമ്മൾ ഡിവിഷൻ അപ്പോൾ കളിച്ചാൽ നമ്മൾ എന്തായാലും തോക്കും. അപ്പോൾ നമ്മുടെ റാങ്കിങ് കുറയും. റാങ്കിങ് കുറയുമ്പോൾ നെക്സ്റ്റ് മാച്ച് നമ്മൾ കളയുമ്പോൾ അതിനേക്കാളും നമുക്ക് പോയിന്റ് ശരിക്കും കുറയുകയും ചെയ്യും തോക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു രാവിലെ 2 മാച്ച് ജയിച്ചെങ്കിൽ പിന്നെ നമ്മൾ വൈകിട്ട് ഗെയിം പ്ലേ ഓണാക്കും. ഗെയിം പ്ലേ മീൻസ് നമ്മൾ മാച്ച് പിന്നെ വൈകിട്ട് കളിക്കാൻ ശ്രമിക്കാവും. നമ്മൾ കുറച്ചുകൂടെ ഒരു ടൈം എടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ റാങ്കിങ് മാക്സിമം ഒന്ന് കുറയും. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ആ റാങ്കിൽ കിടക്കുന്ന ചെറിയ പ്ലേസിൽ നമുക്ക് കളിക്കാൻ കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സുഖമായിട്ട് ജയിക്കാനേ ഉള്ളൂ. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് കളിച്ച് ജയിക്കുകയാണെങ്കിൽ നമുക്കൊരു 30-20 പോയിന്റ് വെച്ച് കിട്ടും. അപ്പോൾ തോക്കുവാണെങ്കിൽ തന്നെ ഒരു 10 പോയിൻ്റൊക്കെ നമുക്ക് കുറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം അതുപോലെ ട്രൈ ചെയ്യുക. ഞാൻ അതുപോലെ ട്രൈ ചെയ്താണ് ഒരു മാക്സിമം ഒരു 5 കളിയൊക്കെ മിനിമം ഞാൻ തോൽവിയില്ലാതെ ജയിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.